നമസ്കാരം. ആദ്യമേ പറയട്ടെ, പ്രിയപ്പെട്ട ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആ കുടുംബത്തിന് ശാന്തിയും സമാധാനവും ക്ഷമയും നേർന്നുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയണം എന്ന് കരുതിയിട്ടാണ് വന്നത്. ഞാൻ നിങ്ങളോട് ആരോടും എൻ്റെ ചാനൽ റീച്ചിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ലൈക്ക് അടിക്കാനോ പറയുന്നില്ല. താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യാം, ലൈക്ക് അടിക്കാം, സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം ഞാൻ ഇതുകൊണ്ട് റീച്ചോ മറ്റു കാര്യങ്ങളോ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ ഇന്നലെ മുതൽ മിനിയാന്ന് മുതൽ ചില ചാനലുകാർ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ചാനലുകളടക്കം ഈ റീച്ചിന് വേണ്ടി റീൽസിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ദീപകിൻ്റെ ജീവൻ അപഹരിച്ച അതിന് കാരണക്കാരിയായിട്ടുള്ള ആ വീഡിയോ ഇട്ടിട്ടുള്ള ആ പെണ്ണുരുത്തി അവൾ ബാംഗ്ലൂരിലേക്ക് കടന്നു. ഏഷ്യാനെറ്റിലാണ് വന്നതുകൊണ്ട് പിന്നെ കുറേ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ഞാൻ മിനിയാന്നും ഇന്നലെയൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള വിഷയത്തിന് ശേഷം ഞാൻ പല ചാനലുകളും ഇങ്ങനെ ഇത് കേൾക്കാറുണ്ട്. അതിൽ തന്നെ നമ്മുടെ TP നന്ദകുമാർ സാർ, ക്രൈമിൻ്റെ നന്ദകുമാർ സാറിൻ്റെ വീഡിയോ അതും ഞാൻ കേൾക്കാറുണ്ട്. നന്ദകുമാർ സാർ എന്ന് പറഞ്ഞാൽ ഇവർ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരാളാണ്. എന്നാൽ മറ്റ് യൂട്യൂബേഴ്സ് അവരാദ്യം പറയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ചാനൽ, അതിന് പ്രധാനപ്പെട്ട കണ്ടൻറ്റ്, അതിൽ ഒരു കാര്യവും ഉണ്ടാവില്ല, ഒരു സത്യവും ഉണ്ടാവില്ല. ഇന്നലെ തന്നെ നമുക്കറിയാം കുറേ ചാനലുകാർ യൂട്യൂബർമാർ വീഡിയോ ഒക്കെ ഇട്ട് വളരെ ലൈവായിട്ട് പറഞ്ഞ കാര്യം, ഈ ഷിംജിത എന്ന് പറയുന്ന നമ്മുടെ ദീപകിൻ്റെ മരണത്തിന് കാരണക്കാരിയായിട്ടുള്ള പെണ്ണ് UAE കടന്നു, ദുബായിൽ അവളെ കല്ലെറിഞ്ഞു, എയർപോർട്ടിൽ കല്ലെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വളരെ വൃത്തികെട്ട, വളരെ എന്താ പറയുക, പച്ചക്കളവ് മാത്രം പ്രചരിപ്പിക്കുന്ന കുറേ ആളുകൾ നമ്മൾ ഇതിലെ കണ്ടു. ഇന്ന് അതിൻ്റെ യാഥാർത്ഥ്യം നമ്മളൊക്കെ മനസ്സിലാക്കി സത്യം അറിയുകയും ചെയ്തു. ഇവൾ ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവൾ സത്യത്തിൽ വടകരക്കാരിയാണെന്നാണ് അറിവ്. അരീക്കോട് ഭാഗത്തേക്കാണ് കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് പറയുന്നു. പിന്നെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അസ്വാരസ്യങ്ങളുണ്ട് എന്നും പറയപ്പെടുന്നു. നമുക്ക് അറിഞ്ഞുകൂടാ, അറിയാത്ത കാര്യം പറയാൻ നമ്മളാളില്ല. ഇവിടെ ഈ ഇന്നലെ ഒക്കെ വിളിച്ചു പറഞ്ഞ ചാനലുകാർ ബാംഗ്ലൂരിലേക്ക് കടക്കാൻ സാധ്യത, ബാംഗ്ലൂരിൽ കടന്നു എന്ന പോലീസിൽ നിന്ന് ഏത് പോലീസിൽ നിന്നും വിവരം കിട്ടിയത്? പോലീസ് ഇത് ട്രേസ് ചെയ്തിട്ടുണ്ട്. ഇവർ എവിടെയാണ് അവർ കണ്ടെത്തിയിട്ടുണ്ടാകണം. അവരാ വിവരം പുറത്തു വിട്ടിട്ടുണ്ടാവില്ല. പിന്നെ രാഷ്ട്രീയപരമായിട്ട് ഈ സമയത്ത് മുതലെടുക്കാൻ പല ആളുകളും വരും. ദീപകിൻ്റെ രാഷ്ട്രീയത്തെ കൂടി നമുക്കറിയില്ല. അദ്ദേഹത്തിന് എല്ലാ വിഭാഗം ആളുകളും സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആ മരണശേഷം ഒക്കെ മരണശേഷം ആ മയ്യത്ത് കൊണ്ടുവരുമ്പോഴൊക്കെ അവിടെ ബോഡി എടുക്കുമ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു അന്തരീക്ഷം വളരെ മാനസിക പ്രയാസമുണ്ടാകുന്ന അന്തരീക്ഷം, തേങ്ങലുകളും ഏങ്ങലുകളും സങ്കടങ്ങളുമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷം നമുക്ക് കണ്ടതാണ്. അപ്പോൾ ആ ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും ആളുകൾക്കിടയിൽ എത്ര നന്നായിരുന്നു, എത്ര നല്ലവരായിരുന്നു എന്നതിൽ ബോധ്യമാണ്. അപ്പോൾ അവിടെ കൂടിയിട്ടുള്ള ഒരാളോ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞൊന്നും കിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളല്ല തീരുമാനമെടുക്കുന്നത്, രാജ്യത്തെ കോടതിയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു പ്രതിയെ കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിലൊരു വലിയ ഇഷ്യൂ, വലിയ
ലൈവായി വൈറലായി ജുഡീഷ്യറിയുടെ മുമ്പിലേക്ക് ഒരു പ്രതി എത്തിക്കുമ്പോൾ ആ ജുഡീഷ്യറിയിൽ നിന്ന് ആ പ്രതിയെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴൊക്കെ അവർക്ക് സുരക്ഷ ഒരുക്കേണ്ട ചുമതല രാജ്യത്തെ കോടതികൾ, ജുഡീഷ്യറി അത് അനുശാസിക്കുന്ന തരത്തിൽ കൊടുക്കേണ്ട ഉത്തരവാദിത്വം പോലീസുണ്ട്. അത് പോലീസിന് കുറ്റം പറയേണ്ട കാര്യമുള്ളത്. അപ്പം നമ്മൾ ഏതോ രാഷ്ട്രീയക്കാർ ഏതാണ് അവരുടെ പേര് പറഞ്ഞു, അവിടെ SIക്കെതിരെ സമരം ചെയ്യുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പ് ദീപകിൻ്റെ ഭരണം കൊണ്ട് കളിക്കുന്നത് അത് ശരിയായ ഒന്നല്ല. അത്തരം രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത്, രാജ്യത്ത് വളരെ അതിക്രൂരമായിട്ടുള്ള സംഭവവികാസം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ദീപകിൻ്റെ മരണം എന്നുള്ളത് ഓരോ മലയാളിക്കും മനസ്സിന്, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് മനസ്സിനേറ്റിട്ടുള്ള വലിയൊരു മുറിവാണ്. അത് ഉണക്കാൻ കുറേ സമയം വഴുകും. സ്വാഭാവികമായിട്ടും അതിലെ യാഥാർത്ഥ്യം കണ്ടെത്തി കോടതി എന്താണോ വിധിക്കുന്നത് അത് നടപ്പിലാവട്ടെ, കോടതി ചെയ്യട്ടെ എന്ന് കോടതിക്ക് വിട്ടുകൊടുക്കുക. കോടതിയുടെ കാര്യം പറയാൻ പൗരന് എന്താ അവകാശമുള്ളത്? കോടതിയെ തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ നമുക്കറിയാം. ഇപ്പോൾ ആ വിഷയം ഇപ്പോൾ ഒരു ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ചാനലർ കെട്ടെറിഞ്ഞു പോയി. എന്തിരുന്ന ആവേശം! പുരുഷന് സംരക്ഷണം സ്ത്രീകൾക്കുള്ളതുപോലെ തന്നെ ഉണ്ടാകണം. ഒരു മെൻസ് കമ്മീഷൻ വേണമെന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നതും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞു കൊണ്ടുവന്നത് യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ആളുകളോടാണ്. യാഥാർത്ഥ്യവും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ആളുകൾ നന്നായി കാണും, നിങ്ങൾക്ക് റീച്ച് കിട്ടും, കാശ് കിട്ടും. പക്ഷേ ഈ നുണ പറഞ്ഞുകൊണ്ട് പോലീസിനെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന കോപ്രായങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ നിർത്തണമെന്നാണ് സാമാന്യമായി നിങ്ങളോടൊക്കെ പറയാനുള്ളത്. കാരണം ഇന്നലെ നിങ്ങൾക്ക് ചാനൽ കണ്ട ആൾക്കാർക്ക് അറിയാം, ദുബായിലേക്ക് കടന്നു, ദുബായ് എയർപോർട്ടിൽ കല്ലെറിഞ്ഞു. ഇവിടെ നിങ്ങളൊക്കെ മണ്ടന്മാരാണോ? ദുബായ് ഇന്ത്യയെ പോലെയല്ല, നമ്മുടെ രാജ്യം പോലെയല്ല, മറ്റു നാടുകളെ പോലെയല്ല. അവിടെ ഒരു നിയമമുണ്ട്. അവിടുത്തെ ഭരണാധികാരി ചെയ്താൽ ആദ്യം ഭരണാധികാരിയും പിടിച്ചിടും. അവിടെ എല്ലാവർക്കും ബാധകമാണ്, നിയമം എല്ലാവർക്കും ബാധകം. നമ്മളിവിടെ നിയമം രാഷ്ട്രീയക്കാരാകുമ്പോൾ അതിന് ചെറിയ നീക്കുമൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? നേരെ മറിച്ച് അവിടെ അങ്ങനെയല്ല. അവിടുത്തെ ഷെയ്ഖ്, അവിടുത്തെ പ്രസിഡന്റിൻ്റെ ഭാഗത്ത് തെറ്റ് വന്നാൽ പ്രസിഡന്റിന് പോലീസ് വരാൻ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകും, അറസ്റ്റ് ചെയ്യും. പ്രധാനമന്ത്രി അവരെ അറസ്റ്റ് ചെയ്യും, മന്ത്രിമാരെ അവരെ അറസ്റ്റ് ചെയ്യും, അവരുടെ കുടുംബങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യും. ഇവിടെ നേരെ മറിച്ചാണ്. അപ്പോൾ ഒരുപാട് കണ്ടന്റ് ഇവിടെ വേറെ കിടക്കുന്നുണ്ട്. ഷിംജിത എന്ന് പറയുന്ന ആ പ്രതിക്കെതിരെ അറസ്റ്റ് ചെയ്തു. ഇനി കോടതി തീരുമാനിക്കട്ടെ, പോലീസ് തെളിവുകൾ കൊടുക്കട്ടെ, ശിക്ഷിക്കണോ വേണ്ടയോ, എത്ര വർഷം ശിക്ഷിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കോടതിയാണ്. ഇനി കോടതിയുടെ കാര്യത്തിലാണ്, കോടതിയിലാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് സമരം ചെയ്യാം. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാകരുത്, ദീപകിന് വേണ്ടിയിട്ടാകണം. സത്യത്തിൽ ഇന്ന് കണ്ടതൊക്കെ രാഷ്ട്രീയ സമരങ്ങളാണ്, ദീപകിന് വേണ്ടിയിട്ടല്ല. അവിടെ നമ്മൾ സമരം ചെയ്യുമ്പോൾ, ഞാൻ ആ നാട്ടുകാരനല്ല, ഞാൻ അവിടെ സമരത്തിൽ വന്നിട്ടില്ല, പക്ഷേ മാനസികമായും എല്ലാ നിലക്കും ദീപക് എന്ന് പറയുന്ന ആ യുവാവിനോട്, എൻ്റെ താഴെ പ്രായമുള്ള എൻ്റെ അനുജനോട് എല്ലാ തരത്തിലുമുള്ള മാനസികമായിട്ടുള്ള പ്രയാസം, അദ്ദേഹത്തിൻ്റെ മരണത്തിലുള്ള പ്രയാസം അറിയിക്കലോടൊപ്പം തന്നെ ആ കുടുംബത്തിനോട് അനുശോചനം കൂടി ഒരിക്കൽ കൂടി അറിയിക്കുക. അവർ പറഞ്ഞുകൊണ്ട് വന്നത്, ദുബായ് എയർപോർട്ടിൽ നിന്ന് പോയിട്ട് കല്ലെടുത്തെറിയാൻ അവിടെ കല്ലൊന്നുമില്ല. ആദ്യം ദുബായ് എയർപോർട്ടിൽ കണ്ടാൽ മതി. ഒരു കീറ കഷ്ണം പോലും അവിടെ ഉണ്ടാവില്ല, ഒരു പേപ്പറിൻ്റെ കഷ്ണം ഉണ്ടാവില്ല, ഒരു പല്ലുകുത്തി ഉണ്ടാവില്ല. പിന്നെ ഇവിടുന്ന് കല്ലിട്ട് എന്തെങ്കിലും നുണാന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കല്ലേ. എന്നിട്ട് യൂട്യൂബിലില്ല. നിങ്ങളും ചെയ്യുന്നതിന് റീച്ചിന് വേണ്ടിയിട്ട് നുണ പറയല, സമൂഹം തെറ്റിദ്ധരിപ്പിക്കല. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്താ അറിയോ? വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്,
ദീപക് എന്ന് പറയുന്ന നമ്മുടെ സ്നേഹിതൻ്റെ മരണത്തിൽ ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ്. പ്രായം ചെന്നിട്ടുള്ള ഉപ്പയും ഉമ്മയും എനിക്കുണ്ട്. ദീപകിൻ്റെ ഉപ്പയും ഉമ്മയും അവിടെ വലിയ പ്രയാസത്തിലാണ്. നമ്മളവരെ ചേർത്ത് പിടിക്കണം, അവർക്ക് ഇവിടെ സഹായം ചെയ്യണം. ഇതൊക്കെ നമ്മൾ മാനുഷികമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. കേസും കാര്യങ്ങളും നടത്തേണ്ടത് ഇനി നമ്മളല്ല, അത് പോലീസും കോടതിയുമാണ്. അവർ വിട്ടുകൊടുക്കും. പകരം ആ കുടുംബത്തിന് ചേർത്ത് പിടിക്കാനുള്ള പരിശ്രമം നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ ഇന്നലെ 1 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചതെങ്കിൽ ഇന്ന് 3,15,000 രൂപ ഇന്ന് ആ കുടുംബത്തിന് ധനസഹായമായി നൽകിയിട്ടുണ്ട്. മെൻഷൻ കമ്മീഷൻ ഈ വിഷയത്തിൽ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകണമെന്നും നിങ്ങളോട് അറിയിക്കുകയാണ്. ഇവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലാകരുത്, നിയമത്തിൻ്റെ വഴിയിലാകണം. തെറ്റാണ് എന്ന് പറയാനുള്ള ബാധ്യതയും മാന്യതയുമാണ് ഓരോ മനുഷ്യനും കാണിക്കേണ്ടത്. അത് ആര് തെറ്റ് ചെയ്താൽ തെറ്റായിരിക്കണം, തെറ്റ് തന്നെയായിരിക്കണം, പ്രതികരിക്കാൻ മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അവസാനം ഒന്നുകൂടെ പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബർമാരോട് പറയുന്നത്, നിങ്ങളെ ചാനലിൽ റീച്ച് കിട്ടാൻ വേണ്ടി കളവ് പ്രചരിപ്പിക്കരുത്. നിങ്ങളങ്ങനെ കളവ് പ്രചരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് എന്താണെന്നറിയാം? ഒരു പ്രതിയായിട്ടുള്ള മനുഷ്യൻ നാട് വിട്ടിട്ടില്ല, ഒളിവിൽ പോയിട്ടില്ല എങ്കിൽ അവർക്ക് ഒളിവിൽ പോകാനുള്ള പ്രചോദനമാകും നിങ്ങൾ ഇത്തരത്തിൽ നുണ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് എന്നാണ് നിങ്ങൾ സൂചിപ്പിക്കേണ്ടത്. ഓക്കെ, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, എല്ലാവർക്കും നമസ്കാരം, അസ്സലാമു അലൈക്കും.